പേര് റിയ. ഞാൻ ജർമ്മനിയിൽ നിന്നാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ബാംബെർഗ് എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത് യേനയിൽ നിന്നാണ്. ഞങ്ങളുടെ പ്ലാൻ ബാംബെർഗിൽ ചെന്നാൽ ഒരു ഹാഫ് ഡേ എങ്കിലും കിട്ടണമെന്നായിരുന്നു. ദർ ഇസ് സംതിങ് സോ പീസ്ഫുൾ അബൌട്ട് ട്രെയിൻ റൈഡ്സ് ഇൻ ജർമ്മനി. ഭയങ്കര ശാന്തമാണ്, ഒത്തിരി പച്ചപ്പ് കാണാം. ആൾക്കാർ യൂഷ്വലി അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ അങ്ങനെയാണ് യൂഷ്വലി ജർമ്മനിയിലെ ട്രെയിനുകളിൽ യാത്ര ചെയ്യാറ്. അങ്ങനെ ഞങ്ങൾ ബാംബെർഗ് ഹൗപ്റ്റ്ബാനോഫ് എത്തി. ആൻഡ് അവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ട് ഓൾഡ് ടൗണിലേക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. സോ വെൽക്കം ടു ബാംബെർഗ്, a UNESCO World Heritage City full of charm, rivers and hidden corners. ഈ മെഡീവിയൽ ടൗണിൽ ഒരു ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ആൻഡ് ഞങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്തതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം. ജർമ്മനിയിലെ ഓൾഡ് ടൗൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റോറി ബുക്ക് സ്റ്റൈലാണ്. വളരെ നാരോ ആയിട്ടുള്ള വഴികൾ, കോബിൾ സ്റ്റോൺ ആണ് തറയിൽ, ടിമ്പർ കൊണ്ടുള്ള വീടുകൾ, ഭയങ്കര ഹിസ്റ്ററി ഒട്ടും ഡിസ്ട്രോയ് ചെയ്യപ്പെടാത്തതാണ് ജർമ്മനിയിലെ ഓൾഡ് സിറ്റീസ്. ഞങ്ങൾ സ്ട്രീറ്റ്സ് വഴി പാസ് ചെയ്യുമ്പോൾ ജർമ്മൻകാർ ഒത്തിരി പേര് അവിടെ ക്രൗഡ് നിൽപ്പുണ്ടായിരുന്നു. ആൻഡ് എന്തോ ബിയർ കുടിക്കുന്ന എന്തോ ഗ്രൂപ്പ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നോക്കി വെച്ചിരുന്ന റെസ്റ്റോറൻറ്റ് കഹൽ ഓഫനിൽ ഞങ്ങൾ എത്തി. അതൊരു ടിപ്പിക്കൽ ജർമ്മൻ റെസ്റ്റോറൻ്റ് ആണ്. വുഡൻ ഇൻറ്റീരിയേഴ്സും പഴയ ഫോട്ടോഗ്രാഫ്സും ആൻറ്റീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ റെസ്റ്റോറൻറ്റും പിന്നെ യൂഷ്വലി ഉള്ള ജർമ്മൻ റെസ്റ്റോറൻറ്റ്സും ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ മെനു കാർഡ് വഴി പോയിട്ട് യേഗർ ഷ്നിറ്റ്സൽ ആൻഡ് ഫ്രൈസ് ഓർഡർ ചെയ്തു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷാണ് ഷ്നിറ്റ്സൽ. ഷ്നിറ്റ്സൽ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു പോർക്കിൻ്റെ കട്ട്ലറ്റ് ആണ്. അത് ഫ്രൈ ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് പാൻ ഫ്രൈ ചെയ്ത് തരും. അതിൻ്റെ മേളിൽ യേഗർ ഷ്നിറ്റ്സൽ എന്ന് പറയുമ്പോൾ റിച്ച് ആയിട്ടുള്ള മഷ്റൂമിൻ്റെ ഗ്രേവി ഒഴിച്ചിട്ടുള്ളതാണ് യേഗർ ഷ്നിറ്റ്സൽ. ആൻഡ് ഈ ഗ്രേവിക്കകത്ത് മഷ്റൂമും ക്രീമും ഉള്ളിയും പിന്നെ ചിലപ്പോൾ ബേക്കണും ഒക്കെ കാണും. ആൻഡ് ഇതിൻ്റെ കൂടെ കിഴങ്ങ് അല്ലെങ്കിൽ ഫ്രൈസ് ആണ് സെർവ് ചെയ്യുന്നത്. ഞാൻ ആൻമരിയെയും റോസ്മീനെയും ഇത് ട്രൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാംബെർഗിന് കൊണ്ടുവന്നത്. ഒരു ടിപ്പിക്കൽ ജർമ്മൻ റെസ്റ്റോറൻറ്റിൽ ഒരു പഴയ സിറ്റിയിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സോ അവർക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇത് ഇഷ്ടമായി. ആകെ പിന്നെ ഉണ്ടായത് ആൻമരിയ ഷ്നിറ്റ്സിൽ ചെറുതായിട്ട് മുറിച്ചൊന്ന് ക്ഷീണിച്ചായിരുന്നു. പക്ഷേ വേറെ പ്രശ്നങ്ങൾ ടേസ്റ്റ് വൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചോറ് കഴിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലല്ലോ ഷ്നിറ്റ്സിൽ കഴിക്കുക എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഹാപ്പി മീൽ കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബാംബെർഗിൻ്റെ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്കായ ഓൾഡ് ടൗൺ ഹാളിലേക്കാണ്. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: ആ ടൗണിലെ ബിഷപ്പ് ടൗണിലുള്ള ആൾക്കാർക്ക് ലാൻഡ് അല്ലെങ്കിൽ സ്ഥലം കൊടുത്തില്ല ടൗൺ ഹാൾ പണിയാൻ വേണ്ടി. അപ്പം അവർ ഈ ടൗൺ ഹാള് ഒരു ഐലൻഡ് അവർ തന്നെ നദിയുടെ കുറുകെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഹാൾ അവിടെ പണിയുകയായിരുന്നു. നദിയുടെ കുറുകെയുള്ള ഒരു ബ്രിഡ്ജിൽ നിന്നാണ് ഞങ്ങൾ ഈ ടൗൺ ഹാള് കണ്ടത്. ആൻമരിയക്ക് എന്ത് തോന്നുന്നത് കണ്ടിട്ട്? സന്തോഷം തോന്നുന്നുണ്ട്. എന്തിനാ സന്തോഷം? A few moments later. അതറിയില്ല. ഓക്കെ. പക്ഷെ ഉണ്ടല്ലോ, ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ബോട്ടിൽ നിന്ന് ഇതിന്റെ കൂടെ അങ്ങോട്ട് പോകുന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ചേച്ചി കുറച്ചുകൂടി വെള്ളത്തിലേക്ക് നോക്കിയിട്ട് ചേച്ചി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ടൗൺ ഹാളിലേക്ക് നടന്നു. ദൂരെ നിന്ന് ടൗൺ ഹാളിൻ്റെ ഭിത്തിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ് അവിടെ ഉള്ളത്. ഈ 18th സെഞ്ച്വറി പെയിൻറ്റിങ്സിന് ഫ്രെസ്കോസ് എന്നാണ് പറയുന്നത്. ഓൾഡ് ടൗൺ ഹാളിൻ്റെ ഭിത്തിയിലുള്ള ഈ പെയിൻറ്റിങ്സ് പല കോണ്ടിനെൻസിനെയും മാലാഖമാരെയും പല ഇല്യൂഷൻ സ്റ്റൈലായിട്ടുള്ള പെയിൻറ്റിങ്സും ഒക്കെയാണ് കാണിക്കുന്നത്. ആ പെയിൻറ്റിങ്ങിലുള്ള ഒരു സോൾജറിൻ്റെ കാല് ഈവൻ അതിൽ നിന്ന് 3D ആയിട്ട് ഇങ്ങനെ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ അതൊക്കെ ഈ അന്നത്തെ ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് ഉണ്ടായിരുന്നതായിരുന്നു, ടു ക്രിയേറ്റ് സം ഡ്രാമ ഇൻ ടു ദ പെയിൻറ്റിങ്സ്. ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പിലേക്ക് പോയത് ലിറ്റിൽ വെനീസ് എന്ന് പറയുന്ന ഒരു സ്പോട്ടിലേക്കാണ്. ബാംബെർഗ് സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തെ ബിൽഡിങ്സ് ഒക്കെ അൺടച്ച്ഡ് ആയിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. ആൻഡ് ഇതൊക്കെ വളരെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുമാണ്. നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇവർ ഈ ടൂറിസ്റ്റിക് സ്പോട്ട് ഇത്ര വൃത്തിയായിട്ടും ഇത്ര ഭംഗിയായിട്ടും ഇത്രയും വർഷങ്ങളായിട്ട് ഇതിനെ കൊണ്ടു നടക്കുന്നതെന്ന്.
അങ്ങനെ ഞങ്ങൾ ലിറ്റിൽ വെനീസിലെത്തി. അവിടെ നമുക്ക് കാണാവുന്ന പോലെ ഒരു പുഴയുടെ അപ്പുറത്ത് കുറേ വീടുകളും വെനീസിലുള്ളതുപോലെ കുഞ്ഞു കുഞ്ഞു ഗാർഡൻസ് വീട്ടിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തത് ആ റിവറിൻ്റെ തൊട്ടടുത്ത് ആയിട്ടിരിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. സമ്മറിൽ ഇതുവഴി ബോട്ടിംഗ് ഉണ്ട്, പക്ഷെ ഇപ്പോഴിതില്ല. പക്ഷെ ഇറ്റ് ലുക്സ് വെരി പീസ്ഫുൾ ആൻഡ് സ്റ്റോറി ബുക്ക് ലൈക്ക്. ഞങ്ങൾ ഇച്ചിരി ടയർഡാണെന്ന് അത് കഴിഞ്ഞ് തോന്നിയപ്പം ഞങ്ങളൊരു ക്യാഫേയിലേക്ക് പോയി. ക്യാഫേയുടെ പേരാണ് കഫേ പാലേ. ഞാനൊരു ലാറ്റ മക്കിയാറ്റോ ഓർഡർ ചെയ്തു ആൻഡ് ദ ഗേൾസ് ഹാഡ് എ ഫ്രൂട്ട് പഞ്ച്. ഫ്രൂട്ട് പഞ്ച് എന്ന് പറയുന്നത് ഫ്രൂട്ട് ജ്യൂസ് വളരെ ചൂടാക്കി കൊടുക്കുന്നതാണ്. ആൻഡ് ഇത് ക്രിസ്മസിന് ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്കാണ് ഫ്രൂട്ട് പഞ്ച്. ആൻഡ് യെസ്, നിങ്ങൾ പലവട്ടം ഈ വീഡിയോയിൽ കണ്ടതുപോലെ ആൻമരിയ വീണ്ടും അവളുടെ ഫോണിൽ കുത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ ദാറ്റ്സ് ആൻമരിയ, ഞങ്ങളുടെ ക്യൂട്ടി ഗേൾ. ഞങ്ങളുടെ പ്ലാൻ ഇത് കഴിഞ്ഞ ഉടനെ കുർബാനയ്ക്ക് ബാംബെർഗിലുള്ള ഒരു കത്തീഡ്രൽ ഉണ്ട്, അവിടെ പോകാമെന്നായിരുന്നു. വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു കത്തീഡ്രലാണ്. പക്ഷെ അതിന് മുമ്പേ ഞങ്ങളൊരു ലൈറ്റിംഗ് ഉള്ള ഒരു പബ്ലിക് സ്പോട്ട് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഹസ്കി ഡാൻസ് ചുമ്മാ കളിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് സർപ്രൈസിംഗ്ലി വി ഗോട്ട് അപ്രീഷിയേറ്റഡ് ബൈ സം ജർമൻസ് പാസിംഗ് ബൈ. പക്ഷെ ഇതൊരു സിലി ഫൺ മൊമെൻ്റ് ആയിരുന്നു, വിച്ച് ഇസ് ക്യാപ്ചേർഡ് ഫോർ എവർ. അങ്ങനെ ഞങ്ങൾ സമയത്തിന് തന്നെ ബാംബെ കത്തീഡ്രലിലെത്തി. കുർബാനയ്ക്ക് 1000 വർഷങ്ങളിലേറെ പഴക്കമുള്ള ഒരു കത്തീഡ്രലാണിത്. എൻ്റെ ഇവിടെ കുർബാന വളരെ കാമിങ് പീസ്ഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കത്തീഡ്രൽ ഗോത്തിക് സ്റ്റൈലിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു പള്ളിയാണ്. ഇവിടെ ജർമ്മൻ കിങ് ആയിരുന്ന ഒരു കിങ് ഹെൻറി, പക്ഷെ കിങ് ഹെൻറി ഒരു കാത്തലിക് സെയിൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ടൂമ്പും പിന്നെ മാർപ്പാപ്പയായിരുന്ന ക്ലെമൻറ്റ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ടൂമ്പും ഈ ഡോമിൽ തന്നെയാണുള്ളത്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ ഉടനെ ട്രെയിൻ സ്റ്റേഷനിലേക്ക് ബസ് എടുത്തു. ആൻഡ് ആൻമരിയ സ്റ്റിൽ ഓൺ ഹർ ഫോൺ. പക്ഷെ അതാണ് ഞങ്ങളുടെ ചാം. We were 3 girls, tired, happy and full of stories. ട്രെയിനിൽ കയറിയ ഉടനെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം മൊത്തത്തിൽ എന്നുള്ളത്. We enjoyed it super. And nothing more. Why did you enjoy it? We had good food. അതാണ് Maybe that's the reason I'm happy now. എന്ത് ഷ്നിറ്റ്സൽ മുറിച്ച് മരിച്ചു. ആൻമരിയ ഷ്നിറ്റ്സലിനിട്ട് കത്തി വെച്ചതാ, പിന്നെ ഒന്നും ഓർമ്മയില്ല. റോസ്മിക്ക് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒരു വൺ ഡേ നമ്മളെപ്പോലെ ഗേൾസ് ട്രിപ്പിന് അടിപൊളിയാണ്. കുറച്ച് അതായത് സ്പിരിച്വലി എൻറിച്ച്ഡ് ആയിട്ടുള്ളവർക്ക് നല്ലതാണ് എനിക്ക് തോന്നി. കാരണം വഴിയും ഒക്കെ ഒരു ക്രിസ്ത്യൻ ബേസ്ഡ് ആണല്ലോ. എന്താ ആൻമരിയ ചിരിക്കുന്നത്? ചേച്ചിക്ക് എങ്ങനെയുണ്ടായിരുന്നു? എന്താ ഇഷ്ടപ്പെട്ടെ? Saalfeld über Lichtenfels, Kronach. Nächste Station ചേച്ചിക്ക് എങ്ങനെയുണ്ടായിരുന്നു? Breiten-Güßbach. ഞാനിത് 2ാം വട്ടമാണ് ബാംബെർഗിന് വരുന്നത്. It was special because I was with my special people. Lovely. എന്ത്? Lovely. Yeah. ഈ പെൺകുട്ടികളെ കൊണ്ട് ഞാൻ ബാംബെർഗിന് വരണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്തുകൊണ്ട്? ബാംബെർഗ് കാണിക്കാൻ, ഷ്നിറ്റ്സൽ കഴിപ്പിക്കാൻ. കഴിക്കാൻ ബാംബെർഗിൽ വരണമെന്നുണ്ടോ? ഇല്ല, എന്നാലും ഒരു പഴയ സിറ്റിയിലൊക്കെ വന്ന് ടിപ്പിക്കൽ ജർമ്മൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നന്ദി, നമസ്കാരം. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഇങ്ങനത്തെ എൻ്റെ കൂടെ ഉള്ള യാത്രകൾ, വ്ളോഗ്സ്, കുക്കിംഗ് വീഡിയോസ് എന്തെങ്കിലും കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചാനലിനെ ചുറ്റിപ്പറ്റി നിൽക്കാം. ബൈ.